ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. രാഷ്ട്രങ്ങളുടെ ഭാവി കുടുംബങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ലിയോ 14 മാർപ്പാപ്പ. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്തിയ ദിവ്യബലി മധ്യയാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. മാതാപിതാക്കൾ, കുട്ടികൾ, വയോജനങ്ങൾ ഒരുമിച്ചുകൂടി ഈ മഹത്തായ ജൂബിലി ആഘോഷവേളയിൽ സമൂഹത്തിലും ലോകത്തിലും എല്ലാവർക്കും സമാധാനത്തിന്റെ അടയാളം വേണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. യേശുവിന്റെ തിരുരക്തം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടത്തപ്പെട്ടു. ബെൽജിയത്തിലെ ബ്രൂഗസിൽ വ്യാഴാഴ്ച നടന്ന പ്രദക്ഷിണത്തിൽ 45,000-ഓളം പേരാണ് പങ്കെടുത്തത്. വെസ്റ്റ് ഫ്ലാൻഡേഴ്സ് നഗരത്തിൽ നിന്ന് യേശുവിന്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നതിനെ അനുസ്മരിച്ചാണ് ഈ പ്രദക്ഷിണം നടത്തുന്നത്. പ്രദക്ഷിണത്തിൽ 53 ബൈബിൾ രംഗങ്ങൾ പുനരാവിഷ്കരിക്കുകയും ചെയ്തു. 2000-ൽ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച നഗരത്തിലൂടെയാണ് പ്രദക്ഷിണം നടന്നത്. നിരവധി വൈദികരും സന്യസ്തരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പോളണ്ടിൽ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി ജീവൻ ത്യജിച്ച 15 സന്യാസിനികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. വിശുദ്ധ കത്രീനയുടെ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളെയാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മാർസെല്ലോ സെമരാരോ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. 1945 ജനുവരി 22-നും നവംബർ 25-നും ഇടയ്ക്ക് വിശ്വാസത്തെ പ്രതി മരണം വരിച്ചവരാണ് ഇവർ. ഇവരിൽ ചിലർ ഉടൻ തന്നെയും മറ്റു ചിലർ പീഡനങ്ങളേറ്റതിന് ഫലമായി പിന്നീട് മരണമടയുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതാ വാർഷികം നടത്തപ്പെട്ടു. മതബോധന വിഭാഗത്തിന്റെയും മിഷൻ ലീഗിന്റെയും ആഭിമുഖ്യത്തിലാണ് രൂപതാ വാർഷികം നടത്തപ്പെട്ടത്. കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മതബോധന ഡയറക്ടർ ഫാദർ തോമസ് വാളമനാൽ എല്ലാവരെയും സ്വാഗതം ചെയ്ത പരിപാടിക്ക് ഫാദർ ജോസഫ് വെള്ളമറ്റം അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ജൂബിലി ഗാനം സെന്റ് തോമസ് സൺഡേ സ്കൂൾ വെളിച്ചിയാനി ഇടവകയുടെ നേതൃത്വത്തിൽ ആലപിച്ചു. ജപമാല പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന ലിയോ 14 മാർപ്പാപ്പ. വത്തിക്കാൻ ഗാർഡനിൽ നടന്ന ജപമാല പ്രാർത്ഥനയുടെ സമാപനത്തിലാണ് പാപ്പ വിശ്വാസികളോടൊപ്പം പങ്കുചേർന്നത്. റോമിലെ സമയം രാത്രി 8 മണിക്ക് വിശ്വാസികൾ വത്തിക്കാനിലെ സ്റ്റാൻഡോ സ്റ്റെഫാനോ അബിസിനി പള്ളിക്ക് പുറത്ത് ഒത്തുകൂടി പ്രദക്ഷിണം ആരംഭിക്കുകയായിരുന്നു. കത്തിച്ച മെഴുകുതിരികളുമായി ലൂർദ് ഗ്രോട്ടയിലേക്ക് വിശ്വാസികൾ പ്രാർത്ഥനയോടെ നീങ്ങി. സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ചൊല്ലിക്കൊണ്ടായിരുന്നു ജപമാല പ്രദക്ഷിണം നടന്നത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.